കരുണനാഥം പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് ദൈവവചനം സംസാരിക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. ദയവായിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അത് വിമർശനമായാലും നല്ലതായാലും ദയവായിട്ട് ഞങ്ങൾ അറിയിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പറയുന്ന സന്ദേശങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ധൈര്യമായി. കാരണം ദൈവവചനം മാറ്റമില്ലാത്തതാണ്, സ്വാതന്ത്ര്യമാണ് തരുന്നത് നമുക്ക് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്തും ആ ദൈവവചനത്തെ നമുക്ക് തുറന്ന മനസ്സോടെ സമീപിക്കാനായിട്ട് സാധിക്കട്ടെ. ഇന്ന് പകലിലും നിങ്ങളോട് സംസാരിക്കുവാനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നൊരു സന്ദേശം പറയുവാൻ ഞാൻ ഒരുക്കത്തോടെ ആയിരിക്കുന്നു. നിങ്ങളും അതേ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ മറ്റ് ചാനലുകൾ മാറ്റാതെ അല്പസമയം ഈ പ്രോഗ്രാം കാണുവാനായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. പലതരത്തിലുള്ള ചിന്തകളും ചിന്താക്കുഴപ്പങ്ങളും കൊണ്ട് മനുഷ്യർ ആകെ വലഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. എന്നാൽ ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവത്തിന് ഓരോ പദ്ധതി ഉണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് വെളിച്ചത്തിലേക്ക് എന്നുള്ളതാണ്. വെളിച്ചത്തിലേക്ക് അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം പഴയ നിയമത്തിലെ മീഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. മീഖാ പ്രവചനം 7-ാം അധ്യായം 9-ാം വാക്യം. യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവൻ്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവൻ്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. മീഖാ പ്രവചനം എന്ന് പറയും. മീഖ എന്ന് പറയുന്നത് മീഖായാവ് എന്ന വാക്കിൻ്റെ ചുരുക്കെഴുത്താണ് മീഖ എന്ന് പറയുന്നത്. മീഖായാവ്. മീഖായാവ് എന്ന വാക്കിന് അർത്ഥം യഹോവയെ പോലെ ആരുള്ളൂ എന്നാണ്. യഹോവയെ പോലെ ആരുള്ളൂ. ആ മീഖായാവ് എന്നതിൻ്റെ ചുരുക്ക എഴുത്താണ്, അല്ലെങ്കിൽ ചുരുക്കരൂപമാണ് മീഖ എന്ന് പറയുന്നത്. യഹോവയെ പോലെ ആരുള്ളൂ. ഇദ്ദേഹം 3 രാജാക്കന്മാരുടെ, യഹൂദ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രവചിച്ചിട്ടുള്ള ഒരു പ്രവാചകനാണ്. അതുപോലെ തന്നെ ആമോസ്, ഹോശയ, യെശയ്യാവ് എന്നീ പ്രശസ്ത പ്രവാചകന്മാരുടെ സമകാലികനായിരുന്നു മീഖ. അപ്പോൾ ഈ യിരെമ്യാ പ്രവാചകൻ പ്രവചിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കാലങ്ങളിൽ, അതായത് യിരെമ്യാ പ്രവാചകന് തൊട്ട് മുമ്പിലുള്ള കാലങ്ങളിൽ പ്രവചിച്ചിരുന്ന പ്രവാചകനായിരുന്നു മീഖ. ഇത് ഒരു 7 അധ്യായങ്ങളടങ്ങുന്ന ചെറിയ ഒരു പുസ്തകമാണ് മീഖാ പ്രവചൻ്റെ പുസ്തകം. അത് ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലറിയപ്പെടുന്ന ആളാണ് മീഖ. ഈ പ്രവചനത്തിനകത്ത് 7 അധ്യായങ്ങൾക്കകത്ത് പ്രധാനമായി 3 കാര്യങ്ങളെയാണ് കാണാൻ കഴിയുന്നത്. അത് നമുക്ക് 3ആയി തിരിച്ചു വേണമെങ്കിൽ പഠിക്കാം. അതിന് 1-ാമത്തെ ഭാഗത്ത് ഈ ഇസ്രായേൽ ജനങ്ങളുടെ പാപത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 2-ാമത്തെ ഭാഗം ദൈവിക ന്യായവിധിയുടെ ആസന്നത. അതായത് 1-ാം ഭാഗം ഇസ്രായേൽ ജനം, അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത ജനം ചെയ്ത പാപങ്ങളെക്കുറിച്ചും 2-ാം ഭാഗത്തിൽ ആ പാപം നിമിത്തം അവർക്ക് വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും പ്രവചിക്കുന്നുണ്ട്. 3-ാമത്തെ ഭാഗത്ത് ശിക്ഷ പൂർത്തിയായതിനു ശേഷം യഥാസ്ഥാപനത്തിൻ്റെ ഉള്ള ഒരു പ്രത്യാശയെക്കുറിച്ച് പ്രവാചകൻ അവിടെ വെളിപ്പെടുത്തുന്നത് കാണുന്നു. അപ്പോൾ 1, പാപം ചെയ്ത ജനം, പാപത്തിൻ്റെ പരിണിത ഫലമായി അവർക്ക് ദൈവം നൽകുന്ന ന്യായവിധി. 3, ആ ന്യായവിധിക്ക് ശേഷം പാപം ചെയ്ത വ്യക്തികൾക്ക് ശിക്ഷയുണ്ട്, ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിലൂടെ കടന്നുപോയ ശേഷവും അവർക്ക് വീണ്ടും യഥാസ്ഥാനപ്പെടുവാനുള്ള ഒരു ദൈവ കൃപയുടെ, കരുണയുടെ ഒരു പ്രത്യാശയെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ജീവിതകാലത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും വളരെയധികം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലങ്ങളിൽ ഉള്ളതുമായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഇത് കാണുന്നത്. പാപം ചെയ്യാത്ത മനുഷ്യന് ആരുമില്ല. അതുകൊണ്ടാണ് യേശുവിന് ഭൂമിയിലേക്ക് കടന്നു വരേണ്ടി വന്നത്, മനുഷ്യൻ പാപി ആയതുകൊണ്ട്. കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനുഷ്യനെ ജീവനിലേക്ക് നടത്തുവാനായിട്ട്, മരണത്തിൽ നിന്ന് ജീവനിലോട്ട് നടത്തുവാൻ, മനുഷ്യൻ്റെ അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാനാണ് ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമായി ഭൂമിയിലേക്ക് വന്നതെന്ന് നാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 3 കാര്യങ്ങൾ 7 അധ്യായങ്ങളായി മീഖാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3 ഭാഗങ്ങളായി പറഞ്ഞിരിക്കുന്നതിൻ്റെ 3-ാമത്തെ ഭാഗത്തിൽ നിന്നൊരു ചെറിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പാപം ചെയ്ത് ദൈവശിക്ഷ അനുഭവിച്ചവർക്ക് വീണ്ടും ഒരു പ്രത്യാശ ബാക്കി കിടപ്പുണ്ട്. യഥാസ്ഥാനപ്പെടുവാൻ ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരവസ്ഥയെ ദൈവം നൽകുന്നു. അതിനെ പ്രവചനാത്മകമായി മീഖ പ്രവചിച്ചു പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചിന്തിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു 25-28 മിനിറ്റ് കൊണ്ടൊന്നും ചിന്തിച്ചാൽ തീരുന്നതൊന്നും അല്ല. എങ്കിലും ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ലളിതമായി നിങ്ങളോട് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക, പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുക. ദൈവമേ എന്നോട് അങ്ങ് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുക.
ഈ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഏറ്റെടുക്കുവാനുള്ള ഒരു നല്ല മനോഭാവത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. അതിനായി ഹൃദയത്തെ ദൈവത്തിൽ ഏകാഗ്രമാക്കുക. ഒരുപക്ഷെ ഒരുപാട് ചിന്തകളും വ്യാകുലതകളും ഭാരങ്ങളും ബുദ്ധിമുട്ടും രോഗവും മനസ്സ് നിറയെ പ്രശ്നങ്ങളുമായിട്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ യാദൃച്ഛ്യമായിട്ടായിരിക്കാം ഇപ്പോൾ ഈ പ്രോഗ്രാം കാണാനിടയായത്. പക്ഷേ ദൈവത്തിന് താങ്കളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നന്നായി വിശ്വസിക്കുക. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ദൈവ മുമ്പിൽ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ശബ്ദം നിങ്ങളെ കർത്താവ് കേൾപ്പിക്കുന്നതെന്ന് വിശ്വസിക്കുക. ധൈര്യമായിരിക്കുക. ഓക്കെ, നമുക്ക് ഈ വചനത്തിലോട്ട് തിരിച്ചു വരാം. ഇവിടെ മീഖാ പ്രവാചകന്റെ ഒരു പ്രത്യാശ പ്രകടനമാണ് ഈ 9-ാം അധ്യായത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ വായിച്ചത്. അവിടെ വായിച്ചിരിക്കുന്നതാണ്, ദൈവം എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ ദൈവത്തിൻ്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കും, ദൈവത്തിൻ്റെ നീതി കണ്ട് ഞാൻ സന്തോഷിക്കുകയും ചെയ്യും. അപ്പം അതെന്താ എൻ്റെ അർത്ഥം? ഇത് പറയുമ്പോൾ എവിടെയാണ് അവൻ? ദൈവം എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുമെന്ന് പറയുമ്പോൾ അവൻ ഇപ്പോൾ വെളിച്ചത്തിലല്ല എന്നർത്ഥം. പിന്നെ എവിടെയാണ്? വെളിച്ചത്തിലല്ലെങ്കിൽ ഇരുട്ടിൽ. അപ്പം ഇരുട്ടിൽ ഞാനായിരിക്കുന്നു. ആ ഇരുട്ടിലിരുന്നു കൊണ്ടൊരു പ്രത്യാശയാണ് പ്രവാചകനിലൂടെ ഇവിടെ വെളിപ്പെടുത്തുന്നത്. എന്നെ ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. എന്താ ഇരുട്ടിലേക്ക് പോകാൻ കാരണം എന്താണ്? ഇരുട്ട് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനകത്ത് വരികയാണ് അല്ലേ? ഭയാനകമായ ഒരു അവസ്ഥയാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല. അടുത്തെന്താണ് ഇരിക്കുന്നത് നമുക്കറിയില്ല. മുൻപിലോട്ട് എങ്ങനെ ഞാൻ സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയില്ല. അവിടെ എന്തെങ്കിലും അപകടകരമായ കുഴിയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള മറ്റെന്തെങ്കിലും വസ്തുതകളോടെ ഉണ്ടോ? ഒന്നും കാണാൻ പറ്റുന്നില്ല. ആശങ്ക നിറഞ്ഞ, ഭയാനകമായ, ഏകാന്തം നിറഞ്ഞ, വ്യക്തമായ ഒരു കാഴ്ചയില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഇരുട്ടിലിരുന്നിട്ട് ആണ് ഇവർ പറയുന്നത് എന്നെ ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. എന്താണ് ഇരുട്ടിന് കാരണമായി തീർന്നിരിക്കുന്നത്? അന്ധകാരത്തിൽ പെടാനുള്ള കാരണം എന്താണ്? ഈ ഒരു അന്ധകാരത്തിലേക്ക് അല്ലെങ്കിൽ ഇരുട്ടിലേക്ക്, ആ ഭയങ്കരമായ ഗൂഢത നിറഞ്ഞിരിക്കുന്ന ആ ഒരു കൂരിരുട്ടിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ആ 9-ാമത്തെ വാക്യത്തിനകത്ത് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ക്രോധം വഹിക്കും, ഞാൻ ദൈവത്തോട് പാപം ചെയ്തുവല്ലോ. അതാണ് കാരണം. അപ്പോൾ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ തേജസ് മാറി. വിശുദ്ധ ബൈബിൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അത് തന്നെ പറഞ്ഞിരിക്കുന്നത്, അതുവരെ മനുഷ്യന്, ഏതുവരെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ കൽപ്പന പ്രകാരം ജീവിച്ചപ്പോൾ അവന് നഗ്നതയെക്കുറിച്ച് അവനൊരു ബോധവാൻ ആയിരുന്നില്ല, അല്ലെങ്കിൽ നഗ്നതയെക്കുറിച്ച് അവന് യാതൊരു വിധമായിട്ടുള്ള ചിന്താകുലങ്ങളുമില്ല. കാരണം ദൈവത്തിൻ്റെ തേജസ് അവനെ കവർ ചെയ്തിരുന്നു, അവനെ പരിപാലിച്ചിരുന്നു, അവനെ പൊതിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദൈവ മഹത്വം അവനെ പൊതിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ തൻ്റെ നഗ്നതയെക്കുറിച്ചൊന്നും തനിക്ക് യാതൊരു വ്യാകുലതയില്ല. പക്ഷെ എപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപം ചെയ്ത് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് പാപം ചെയ്തുവോ അപ്പോൾ ദൈവ തേജസ് മനുഷ്യനിൽ നിന്ന് മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എഴുതിയ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എല്ലാ മനുഷ്യനും പാപം ചെയ്തു, ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടവരായി മാറി. എല്ലാവരും ഒരുപോലെ പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവ തേജസ് ഇല്ലാതായി. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ മഹിമ, ദൈവത്തിൻ്റെതാകുന്ന പ്രകാശം മനുഷ്യനിൽ നിന്ന് മാറിയപ്പോൾ മനുഷ്യൻ ഇരുട്ടിലായി. മാറാൻ കാരണം അവൻ്റെ പാപമാണ്. പാപമില്ലാത്ത മനുഷ്യൻ ആരാ ഉള്ളത്? അതിവിശുദ്ധനായ ദൈവത്തിനോട് പാപിയായ ഒരു മനുഷ്യന് ചേർന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ആ മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന്, വെളിച്ചത്തിൽ നിന്ന്, പ്രകാശത്തിൽ നിന്ന് അകന്നപ്പോൾ അവൻ പാപത്തിൻ്റെ ഇരുട്ടിൽ വീഴുകയാണ്. അവിടെയാണ് മനുഷ്യൻ്റെ വീഴ്ച അവൻ്റെ ഇരുട്ടിനെ കാണിക്കുന്നത്. ആ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിലേക്കുള്ള കാൽവയ്പ്പാണ് പിന്നെ മനുഷ്യനുള്ളത്. എന്നാൽ അവിടെ നിന്ന് അവനെ വെളിച്ചത്തിലേക്ക്, ജീവനിലേക്ക് കൊണ്ടുവരേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമായി ദൈവം തന്നെ ഏറ്റെടുക്കുന്നത് കാണുന്നു. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പാപം നിമിത്തം അവൻ ഇരുട്ടിലായി വീണുപോയി എന്ന് പറയുകയാണ്. 107-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്നു. 107-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട്, ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ചു, അവൻ്റെ ആലോചനയെ നിരസിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ആലോചനയുണ്ട് നമ്മളെക്കുറിച്ച്. ആ ആലോചനയ്ക്ക് വിരുദ്ധമായി നമ്മൾ നടക്കണം. അതാണ് 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്.
പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടന്നാൽ നീ പാപിയുടെ വഴിയിൽ നിൽക്കും, പാപിയുടെ വഴിയിൽ നിന്നാൽ നീ പിന്നെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കും. അങ്ങനെ നിന്റെ നടപ്പും നിൽപ്പും ഇരിപ്പും ഒടുവിൽ നിന്റെ വല്ലാത്തൊരവസ്ഥയിലേക്ക്, അന്ധകാരത്തിലേക്ക്, നരകത്തിലേക്ക് തള്ളിയിടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആലോചനയാണ് ഇതിന് പകരം ആവശ്യം. ദുഷ്ടൻ്റെ ആലോചനയ്ക്ക് പകരം ദൈവത്തിൻ്റെ ആലോചനയെ നിരസിക്കാതെ ഏറ്റെടുക്കുകയും ദൈവവചനത്തോട് മത്സരിക്കാതെ വചനത്തോട് മത്സരിക്കുന്ന അനുഭവങ്ങളെ വിട്ടിട്ട് വചനത്തോട് ഏകീഭവിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള മനോഭാവത്തോട് നാം കടന്നു ചെല്ലുമ്പോഴാണ് ദൈവത്തിൻ്റെ തേജസ്സമിലേക്ക് കടന്നു വരാനിടയാകും. അതേസമയം ദൈവവചനത്തോട് മത്സരിക്കുന്ന, ദൈവത്തിൻ്റെ ആലോചനകളോട് മറുത്തു നിൽക്കുന്ന, നിരസിക്കുന്ന വ്യക്തികൾ എവിടെ ഇരിക്കുന്നെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അവൻ്റെ ഇരിപ്പ് ഇരുളിലും അന്ധതമസിലും ആയിരുന്നു എന്ന് പറയുകയാണ്. ഇരുളിലും അന്ധതമസിലും, ഭയങ്കരമായ ഗാഢാന്ധകാരത്തിൽ അവനായി പോവുകയാണ്. കാരണം ഇതാണ്, ദൈവവചനത്തെ മത്സരിച്ചതാണ്. ദൈവവചനത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ, അനുസരിക്കുവാൻ കഴിയാതെ സ്വന്തം ആലോചനകളിൽ പ്രകാരം, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാനിടയായത് അവൻ ഇരുട്ടിൽ ചെന്നിരിക്കാൻ കാരണമായി. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചെല്ലാം പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. അത് പുറത്ത് പറയാൻ പോലും ലജ്ജാകരമാണ് എന്ന് പറയുകയാണ്. പാപം ചെയ്യുന്നവരെല്ലാം ഇരുട്ടിൽ ചെയ്യുന്നു, മറഞ്ഞിരുന്ന് ചെയ്യുന്നു. അവന് പബ്ലിക്കായിട്ട് വരാൻ കഴിയുന്നില്ല. പക്ഷേ ആ ഒരു കാലം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പാപം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം പാപമെന്ന് മനുഷ്യന് തോന്നാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് തെറ്റാണ്, അത് പാപമാണ്, അത് അയ്യോ പബ്ലിക്കായിട്ട് അറിഞ്ഞാൽ നാണക്കേട്, ലജ്ജാവഹമാണ് എന്നൊക്കെ തോന്നിയിരുന്ന ചില കാര്യങ്ങളൊക്കെ ഇന്ന് സമൂഹം അംഗീകരിച്ചിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ ഒരു പാർട്ടായി, ഒരു എന്താ പറയുന്ന ഒരു സ്റ്റാറ്റസായി കാണുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. വസ്ത്രധാരണമാകട്ടെ, സംസാര ശൈലിയാകട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആകട്ടെ, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളാകട്ടെ, ലിംഗഭേദമന്യുള്ള മനുഷ്യ ബന്ധങ്ങൾ പബ്ലിക്കിൽ പോലും ഇന്ന് പണ്ടൊരിക്കൽ നമ്മൾ കാണാൻ അറച്ചിരുന്നതും വെറുത്തിരുന്നതുമായ കാര്യങ്ങൾ, അതെല്ലാം വേറെ ഏതോ തലങ്ങളിൽ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലത്ത് നമ്മളായി തീർന്നിരിക്കുകയാണ്. മറവുകളൊക്കെ മാറി പാപം പച്ചവെള്ളം പോലെ കുടിക്കുന്ന, അപ്പനെയും അമ്മയും ഭയപ്പെടാത്ത ഒരു കാലത്ത് എത്തിച്ചേർന്നിരിക്കുക. എന്തെല്ലാം പീഡനങ്ങളുടെ വാർത്തകളാണ് ഓരോ ദിവസം പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പല വഴിയിലും ഇറങ്ങി തിരിച്ചിട്ട് തൻ്റെ ഇഷ്ടങ്ങൾ സാധിക്കാതെ വരുമ്പോൾ പല വിധത്തിലുള്ള പീഡന കഥകളായി മാറിക്കൊണ്ടിരിക്കും. എത്ര കണ്ടിട്ടും എത്ര കേട്ടിട്ടും നമ്മുടെ തലമുറകൾക്കോ മനുഷ്യനോ ഒരു മാറ്റവും വരുന്നില്ല. കാരണം എന്താണ്? അവൻ ദൈവത്തിൻ്റെ ആലോചന നിരസിച്ചു, ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിച്ച് സ്വന്തം മനുഷ്യ ഇഷ്ടപ്രകാരം, മനുഷ്യ ആലോചന പ്രകാരം പൈശാചി തലങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അവൻ അന്ധകാരത്തിലാണ്. അവന് ബാഹ്യമായിട്ടുള്ള അനന്തര സംഭവങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഹ്രസ്വദൃഷ്ടിക്കാരിയായി ഇരുട്ടിൽ അധപ്പതിച്ചു പോവുകയാണ്. പക്ഷെ പ്രത്യാശയ്ക്ക് വകയുണ്ടോ? ബൈബിൾ പറയുന്നു, ഉണ്ട്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, ഇരുട്ടിൽ വീണുപോയ മനുഷ്യന് പ്രത്യാശയ്ക്കൊരു വകയുണ്ട്, വെളിച്ചത്തിലേക്ക് വരാനൊരു വകയുണ്ട്. അതിനവൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരേണ്ടത് ആവശ്യമാണെന്ന് കാണും. ഞാൻ പറയട്ടെ, ഇരുട്ടിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കുന്ന വ്യക്തികളെ ദൈവം വെളിച്ചത്തിൽ സൂക്ഷിക്കും. അതിന് നല്ലൊരു ഉദാഹരണമാണ് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. 14-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് സ്വതന്ത്രരായി വന്നു. അവിടുന്ന് അവർ സ്വതന്ത്രരായി വരുമ്പോൾ ചെങ്കടലിനടുക്കൽ എത്തുമ്പോൾ അവരെ പിടിക്കുവാനായി ഫറവോനും സൈന്യവും പിന്നെയും ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ പുറകിൽ വരികയാണ്. അപ്പോൾ നമുക്കത് അറിയാവുന്നില്ല, ക്രൈസ്തവരായിട്ടുള്ളവർക്കെല്ലാം അറിയാവുന്നൊരു ഭാഗമാണ്. അതുവരെ ദൈവത്തിൻ്റെ ദൂതൻ ഇസ്രായേൽ ജനത്തിന് മുൻപിൽ നടന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തെ, ദൈവത്തിൻ്റെ ജനത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ ശത്രു ഫറവോനും സൈന്യവും പുറപ്പെട്ടു വരുമ്പോൾ മുൻപിൽ നടന്ന ദൈവത്തിൻ്റെ ദൂതൻ നേരെ ദൈവജനത്തിൻ്റെ പുറകിൽ വന്ന് നിൽക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സംരക്ഷണം പുറകിൽ വന്ന് നിൽക്കുകയാണ്. അല്ലെ, അത് ദൈവം പറഞ്ഞിട്ടില്ലേ, ഞാൻ നിനക്ക് മുൻപടയും പിൻപടയുമാകും. മുൻപിൽ നിന്ന് ആക്രമണം വന്നാൽ അവൻ നിൻ്റെ മുൻപിലുണ്ട്. ആരുടെ മുൻപിൽ? ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കുന്നവൻ്റെ മുൻപിൽ. ദൈവത്തിൻ്റെ വചനത്തെ മത്സരിക്കാതെ, വചനത്തോട് മത്സരിക്കാതെ വചനപ്രകാരം നടക്കുമ്പോൾ ദൈവജനത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ദൂതനുണ്ട്. പുറകിൽ നിന്നാണ് അവൻ ആക്രമണമെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കുന്ന ജനത്തിൻ്റെ പുറകിൽ ദൈവം തൻ്റെ ദൂതനയച്ച് സംരക്ഷിക്കാൻ ശക്തനാണ്. അങ്ങനെ നിൽക്കുമ്പോൾ രാത്രിയിൽ അവർ യാത്ര തുടരുകയാണ്. രാത്രിയിൽ മിസ്രൈമ്യർ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻസ്, അവർ ആ ഫറവോൻ്റെ നേതൃത്വത്തിൽ കടന്നു വരുന്ന സകല പട്ടാളക്കാരും അവൻ്റെ സകല സൈന്യവും രാത്രിയുടെ ഇരുട്ടിലാണ്. എന്നാൽ ഒരേ സമയം ഒരേ സ്ഥലത്ത് തൊട്ടപ്പുറത്ത്
ദൈവജനത്തിന് പ്രകാശമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. 14-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി ആ ഭാഗത്തെ എഴുതിയിരിക്കുന്നത് കാണാം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുന്നിൽ നിന്ന് മാറി പിന്നിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം എത്ര ഭയങ്കരമാണ്! അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ആർക്കാ? ഈ ഫറവോൻ്റെ ആൾക്കാർക്ക്. ഇവർക്കോ, ദൈവജനത്തിനോ, രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. കാരണം മുൻപോട്ട് പോകുവാൻ മോശെ മുഖാന്തരം ദൈവം കൽപ്പിച്ചു. ഇസ്രായേൽ ജനം ചെങ്കടൽ കണ്ട് പകച്ചു നിൽക്കുന്നു. പുറകിൽ ഫറവോനും സൈന്യം അവരെ ആക്രമിക്കാനായിട്ട് വരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, ജനത്തോട് മുമ്പോട്ട് പോകാൻ പറയുക. ഗോ ഫോർവേഡ്, മുമ്പിലോട്ട് പോകുവാനായി പറയുക. അങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുമ്പിലോട്ട് പോയ ജനത്തെ പിടിക്കാനായി ഫറവോനും സൈന്യവും പുറകെ വന്നു. പക്ഷേ ആ ഫറവോനും സൈന്യത്തെയും ദൈവം രാത്രിയുടെ ഗാഢ അന്ധകാരത്തിലേക്ക്, അല്ലെങ്കിൽ ഭയങ്കരമായ അന്ധതമസിൽ അവരെ ആക്കുകയും അതേസമയം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച്, ആലോചന അനുസരിച്ച്, വചനത്തെ അനുസരിച്ച് മറുതലിക്കാതെ മുൻപിലോട്ട് പോയ ജനത്തെ ദൈവം പ്രകാശം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. അതേസമയം ഇതേ ജനം തന്നെ പലപ്പോഴും ദൈവത്തോട് മറുതലിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കപ്പോൾ ദൈവത്തിൻ്റെതാകുന്ന ഭയങ്കരമായ കോപത്തെ വഹിക്കേണ്ടതായി വന്നതും കാണാം. മുഖപക്ഷമില്ലാതെ ശിക്ഷിക്കുന്ന ഒരു ദൈവം. ഞാൻ നിങ്ങളോട് ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്നു ഇത്രയേ ഉള്ളൂ: ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നാം നടക്കുമ്പോൾ നമ്മുടെ അന്ധകാരങ്ങളെ ദൈവം പ്രകാശമാക്കി തീർക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിക്കാതെ അതിനെ നാം ഹൃദയപൂർവ്വം ഏറ്റെടുക്കുകയും അതിൻ്റെ മധ്യത്തിൽ എന്ത് പ്രതിസന്ധിയാണെങ്കിലും വേണ്ടില്ല, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നാം തയ്യാറാകുമ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തരും. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സ്നേഹിതനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇച്ചിരി ഷുഗർ കൂടുതലാണെന്ന് ഞാൻ എൻ്റെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ ഭക്ഷണത്തെ ക്രമീകരിക്കാനായിട്ടിടയായി. മധുരമുള്ളതെല്ലാം മാറ്റി വയ്ക്കാൻ തുടങ്ങിയിട്ട് കയ്പായുള്ളതൊക്കെ ഞാൻ കൂടുതൽ കഴിക്കാൻ തുടങ്ങി. എനിക്കറിയില്ല കയ്പുള്ളത് കഴിച്ചാൽ ഷുഗർ കുറയുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുക, അതുകൊണ്ട് ഞാൻ കയ്പുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് കൂടുതൽ കഴിക്കാനായിട്ട് തുടങ്ങി. മധുരമൊക്കെ മനഃപൂർവ്വമായിട്ട് മാറ്റി വയ്ക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, ഇതെന്തോ നിങ്ങൾ ഈ കഴിക്കുന്നു മരുന്ന്? അപ്പോൾ പറഞ്ഞു, നല്ല മധുരമായിട്ട്, നീ വല്ലപ്പോൾ കഴിച്ചോ എന്ന് പറഞ്ഞു. ആ ഭാര്യ എടുത്ത് ഒരു തുള്ളി നാവിൽ ഒഴിച്ചപ്പോൾ ആ പുള്ളിക്കാരൻ പറയുന്നത് ഭയങ്കര കയ്പായിരുന്നു ആ മരുന്നിന്. അതുകൊണ്ട് ആ പുള്ളിക്കാരത്ത് ഒരു തുള്ളി നാവിലോട്ട് ഒഴിച്ചപ്പോൾ തന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് അവർ വൊമിറ്റ് ചെയ്യാനായിട്ട് വരുന്നു. അവിടെ കൊണ്ടുവന്ന് പഞ്ചസാര മുഴുവൻ എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് തൻ്റെ ഭർത്താവിന് മുഖത്ത് നോക്കി ആ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, എത്ര കയ്പ് കുടിച്ചാലും മുഖഭാവം ഒന്നുമില്ലാതെ കുടിക്കുന്ന ഒരു വല്ലാത്തൊരു മനുഷ്യനാണ് താങ്കൾ എന്ന് പറയാൻ തൊക്കണം ഇവിടെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, അവർക്ക് പോലും അല്പം പോലും ഒരു തുള്ളി പോലും നാവിൽ വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര കയ്പേറിയത്, ഒരു മുഖഭാവവും വ്യത്യാസവും ഒന്നും തന്നെ ഇല്ലാതെ ഞാൻ അത് വളരെ രുചികരമായി കഴിക്കുകയാണ്. കയ്പാണ്, നമുക്ക് കയ്പാർക്കും ഇഷ്ടമല്ല, പക്ഷെ എന്തിനാണ് കഴിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ ആ മരുന്നിന് അത്രയേറെ കയ്പുണ്ടെങ്കിലും അതെൻ്റെ ശരീരത്തിന് ദോഷമായി തീരാതെ, ഷുഗർ കൂടാതെ, ഷുഗറിൻ്റെ ലെവൽ കൂടാതെ അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ കാരണമായതുകൊണ്ട് മറ്റുള്ളവർ കയ്പേറിയതും രുചികരമല്ലാത്തതും ഞാൻ രുചിയോടെ കഴിക്കുകയാണ്. ദൈവവചനം പലപ്പോഴും നമുക്ക് കയ്പുള്ളതുപോലെ തോന്നുന്നു. മറ്റുള്ളവർ ലോകസുഖത്ത് നടക്കുമ്പോൾ നമുക്ക് ദൈവമക്കൾക്ക് പലർക്കും ആ സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല, അല്ലേ? മറ്റുള്ളവർ കളിയാക്കുമ്പോൾ, കോളേജിൽ പോകുന്ന കുട്ടികളെ മറ്റുള്ളവർ പലപ്പോഴും കളിയാക്കുമ്പോൾ, സമപ്രായക്കാർ, കൂടെ പഠിക്കുന്ന സഹപാഠികൾ കളിയാക്കുമ്പോൾ, ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന താങ്കൾക്ക് പലപ്പോഴും അതിന് പറ്റാതെ വരുന്നു. കൈപ്പേറെ അനുഭവമാണ് ആയിട്ട് ചിലപ്പോൾ തോന്നുന്നില്ലേ? ഭയങ്കര ഭക്തനാണ്, ഭയങ്കര ഭക്തയാണ്, പ്രാർത്ഥനക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും സമപ്രായക്കാർ നമ്മളെ കളിയാക്കുമ്പോൾ നമുക്കത് കൈപ്പേറിയ അനുഭവങ്ങളാണ്. പക്ഷേ ആ കയ്പ് നമ്മൾ സന്തോഷത്തോടെ കുടിക്കുമ്പോൾ നാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നവരായി, അവൻ്റെ ആലോചനയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നവരായിട്ടാണ്. ഈ ലോകത്തിൻ്റെ മധുരം നുകരുന്നവരൊക്കെയും അന്ധതമസിൽ വീഴുമ്പോൾ ദൈവനാമ നിമിത്തം അവൻ്റെ ആലോചനയ്ക്ക് അനുസരിച്ച് വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവങ്ങളുണ്ടെങ്കിൽ അവൻ പ്രകാശത്തിൽ നടക്കുന്നവനായിരിക്കും. ഓർത്തുകൊള്ളുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇസ്രായേൽ ജനത്തിന് ദൈവം പ്രകാശത്തിൽ നടത്തുന്നത് കാണാനായിട്ട് എഴുതുന്നു. ഈ മീഖയുടെ പ്രവചനം തന്നെ 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാനോ യഹോവെങ്കിലേക്ക് നോക്കും. ഇരുട്ടിലിരിക്കുമ്പോൾ അവൻ പറയുകയാണ്, എങ്ങനെ ഇരുട്ടിൽ പോയി ഞാൻ പറഞ്ഞു, പാപം ചെയ്തപ്പോഴാണ് ഇരുട്ടിലേക്ക് വീഴാനുള്ള കാരണമുണ്ടായത്.
അപ്പോൾ ആ ഇരുളിൻ്റെ അവസ്ഥയിൽ കാര്യം മനസ്സിലായി. ഞാൻ പാപം ചെയ്തുകൊണ്ടാണ് ഇരുളിൽ വീണിരിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കഷ്ടതകൾ, അതുകൊണ്ട് ഞാൻ ദൈവക്രോധം അനുഭവിക്കേണ്ടതായി വരുന്നു എന്ന് ബോധ്യം ലഭിച്ചപ്പോൾ ഇവിടെ ഇതാ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ഞാൻ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇരുളിലാണ്, കാരണം പാപം ചെയ്തു. പക്ഷേ ആ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യും? 7-ാം വാക്യത്തിൽ പറയുന്ന 3 കാര്യങ്ങളെയാണ് പറയുന്നത്. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. ആ 3 കാര്യം പറയുന്നതിന് നമുക്ക് ഒത്തിരി സമയം വേണം. പക്ഷേ എനിക്കിപ്പോൾ ഞാൻ വളരെ ആ പോയിന്റ് മാത്രം പറഞ്ഞു പോകട്ടെ. ഒന്ന്, ആ ഇരുളിലിരിക്കുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധം വന്നു, ഇരുളിലാണെന്ന് ബോധ്യം വന്നു. ഇരുളിലിരിക്കുന്നവൻ പാപത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ അവനൊരു നീതി പ്രാപിക്കണം, അവന് ആ പാപത്തിൽ നിന്നുള്ള മോചനം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരണം. അതിനുവേണ്ടി താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് പറയുന്നു, 1, ഞാൻ ദൈവത്തിലോട്ട് നോക്കും. 2, രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. 3, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. 1, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കും. വേറെ ഒരിടത്തുമില്ല രക്ഷ, വേറെ ഒരിടത്തുമില്ല. ലോകത്ത് സർവ്വ ചരാചരങ്ങളും സൃഷ്ടിച്ച, സകല ജ്യോതിർഗോളങ്ങളെയും സൃഷ്ടിച്ച, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച, സൂര്യനെക്കാളും തേജസ്സുള്ള സൃഷ്ടികർത്താവിലേക്ക് ഞാൻ നോക്കും. സൂര്യൻ പകൽ സമയത്തുണ്ടാകും, വൈകുന്നേരം മാറിപ്പോകും, ഇരുട്ടുണ്ടാകും, സകല ജ്യോതിർഗോളങ്ങളും ഇരുളായി മാറിപ്പോകും. പക്ഷേ ഇതിനെല്ലാം സൃഷ്ടിച്ച നീതി സൂര്യനായ കർത്താവ് ഒരു നാളും മങ്ങാത്ത ശോഭയുള്ളവനായിട്ടിരിക്കുന്നു. ഈ ലോകത്തിലെ എല്ലാ വെളിച്ചങ്ങളും നഷ്ടപ്പെട്ടു പോയാലും നഷ്ടമാകാതെ നിലനിൽക്കുന്നതായ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിലേക്ക് ഞാൻ നോക്കും. 2, ആ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും. അവൻ എന്നെ വിടുവിക്കുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. അതിന് ഞാൻ സമയമെടുക്കും. ഇന്നെല്ലാം റെഡിമെയ്ഡ് യുഗമാണ്. എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. വേഗം ഇൻസ്റ്റൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണം. മനുഷ്യന് കാത്തിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും പ്രവാചകന്മാരുടെ അടുക്കൽ പോകുന്നു, മറ്റൊരു കൂട്ടം വെളിച്ചപ്പാടന്മാരുടെ അടുക്കിലേക്ക് പോകുന്നു, ക്രിസ്ത്യാനികൾ പ്രവാചകന്മാരുടെ അടുക്കൽ പോകുന്നു. കാത്തിരിക്കാൻ സമയമില്ല. പെട്ടെന്ന് എല്ലാം ഇപ്പോൾ ഗുളിക രൂപത്തിൽ വാങ്ങിത്തരണം. അതിനുവേണ്ടി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന കുറേ ഏജന്റുമാരുണ്ട്. ഇവർ ആരുടെ ഏജന്റാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജനത്തെ പറ്റിച്ചും വഞ്ചിച്ചും കാശുണ്ടാക്കിയും ജീവിക്കുന്ന കുറേ ആത്മീയ നേതാക്കന്മാർ എല്ലാ മതങ്ങൾക്കകത്തുണ്ടെന്നേ. സത്യം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ സ്ഥലത്ത് കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ കുറുക്ക് വഴികളൊന്നുമില്ല. ഏത് പ്രവാചകനാണെങ്കിലും നിയമമായിട്ട് പോകുന്നവനാണ് എൻ്റെ ദൈവം. കാത്തിരിക്കാൻ പറഞ്ഞാൽ കാത്തിരിക്കണം. അല്ലാതെ പെട്ടെന്ന് പോയി ചന്തയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്ന പോലെ എല്ലാം കൂടെ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ട് പോകാൻ, പിടിച്ചു വാങ്ങിക്കൊണ്ട് പോകാൻ, ദൈവത്തെ കൊള്ളയടിക്കാൻ നമ്മൾ കൊള്ളക്കാരന്മാരോ? അത്രയ്ക്ക് വലിയവരാണോ നമ്മളൊക്കെ? അല്ല. ദൈവസേന ക്ഷമയോടെ കാത്തിരിക്കുവാൻ ആ കാത്തിരിപ്പിനകത്തൊരു ക്ഷമ നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ കാത്തിരുന്ന ട്രെയിനോ ഫ്ലൈറ്റോ 10 മിനിറ്റ് ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ക്ഷമ നഷ്ടപ്പെടുകയാണ്. നമ്മൾ സകലരെയും കുറ്റം പറയും. നമ്മുടെ ഇന്ത്യ ഇങ്ങനെ തന്നെ, അല്ലെങ്കിൽ അതാ എന്നെല്ലാം നമ്മൾ പലതും പറയും, അല്ലേ? ആ 10 മിനിറ്റ് നമ്മൾ 1 മണിക്കൂർ ലേറ്റാകുമ്പോൾ പറയും, നമ്മൾക്ക് ക്ഷമ നഷ്ടപ്പെടുകയാണ്. കാത്തിരിപ്പ് നമ്മുടെ ക്ഷമയെ പരിശോധിക്കുക. എത്ര സമയം ദൈവസേനയിൽ കാത്തിരിക്കേണ്ടി വന്നാലും. യോബ് പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. അതാണ് ഭക്തി. അവനെനിക്ക് തന്നാലും ശരി, തന്നില്ലെങ്കിലും ശരി. ശദ്രക്, മേശക്, അബേദ്നെഗോ പറഞ്ഞില്ലേ, ഈ തീർന്ന് രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. അവരുടെ ആഴമേറിയ വിശ്വാസമാണ്, ഉലയ്ക്കാൻ പറ്റാത്ത വിശ്വാസമാണ്. പക്ഷെ അവർ പറയുന്നു, പക്ഷേ ഈ ദൈവം ഞങ്ങളെ ഈ തീർന്ന് രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അവൻ്റെ കൽപ്പന വിട്ട് വേറെ ഒന്നും ചെയ്യുകയില്ല. അതാണ് വിശ്വാസം, അതാണ് ഭക്തി, അതാണ് ദൈവത്തോടുള്ള സ്നേഹം, അതാണ് ദൈവത്തിൻ്റെ സ്ഥലത്ത് കാത്തിരിക്കുന്നതിൻ്റെ വിവിധ ഫലങ്ങൾ. പ്രൈസ് ഗാഡ്. പ്രിയമുള്ളവരെ, ദൈവസ്ഥലിൽ കാത്തിരിക്കുക. ദൈവവചനം പറയുന്നു, യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോവുകയില്ല. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യും. 25-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോവുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോവുകയില്ല. നീ അന്ധകാരത്തിലാണോ സഹോദര, സഹോദരി? പ്രിയ മകളെ, യൗവനക്കാര, ഏതൊക്കെയോ തെറ്റുകളിൽ വീണിട്ട് ഇരുട്ടിൽ കിടന്ന് തപ്പുകയാണോ? എനിക്കൊന്ന് കരകയറി വരണം, വെളിച്ചത്തിലോട്ട് വരണം എന്ന് ആഗ്രഹിച്ച് നാളുകളായി നീ വിഷമിക്കുന്നുണ്ടോ? ഇവിടെ പ്രവാചകൻ പറയുന്നത് പോലെ ദൈവത്തിൽ നോക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കാത്തിരിക്കുക. അവൻ്റെ തേജസ്സിൻ്റെ മേൽ ഇറങ്ങി വരും. ദൈവ തേജസ്സിൻ്റെ മേൽ വരും. നിൻ്റെ അന്ധകാരത്തെ ദൈവം പ്രകാശമാക്കി മാറ്റും. എന്നിട്ടിവിടെ ഒരു പ്രത്യാശ നിർഭരമായിട്ട് ഒരു വാക്കുകൂടെ പ്രവാചകൻ പറയുന്നുണ്ട്. 1, അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തിലോട്ട് നോക്കും. 2, ഞാൻ അവന് വേണ്ടി, എൻ്റെ രക്ഷയുടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കും. 3, അദ്ദേഹം പറയുന്നത്, അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കും. വിശ്വാസം കൈവിടാതെ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഇരുട്ടിലിരിക്കുമ്പോൾ ഇവർ നിലവിളിക്കുന്നു എന്നർത്ഥം. വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ. അതല്ലേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിലുള്ള ഋഷിവര്യന്മാരും പ്രാർത്ഥിച്ചത്. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിലാണ് ഞങ്ങൾ, വെളിച്ചത്തിലേക്ക് നയിക്കണമേ. അത് തന്നെ ഇവിടെ പ്രവാചകൻ പറയുന്നു. ഞങ്ങൾ ഇരുട്ടിലിരുന്നു കൊണ്ട് നിലവിളിക്കുകയാണ് ദൈവത്തോട്, രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുകയാണ്, വെളിച്ചത്തിലേക്ക് നയിക്കുകയാണ്.
നയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു ബോധ്യമാണ്, ഒരു ദൈവ വെളിപ്പാടാണ്, ദൈവം എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും, ദൈവത്തിൻ്റെ നീതി ഞാൻ കണ്ട് സന്തോഷിക്കും. ഹല്ലേലൂയ. എല്ലാ മനുഷ്യൻ്റെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് സൃഷ്ടികർത്താവായ ദൈവം. മുഖപക്ഷമില്ലാതെ സത്യവാനായ ദൈവം പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നവനാണ്. താങ്കൾ ആരും ആയിക്കൊള്ളട്ടെ, എന്ത് വിശ്വാസമായി ആയിക്കോട്ടെ, മനുഷ്യനുണ്ടാക്കിയ ഏത് മതങ്ങളിലാണെങ്കിലും ആയിക്കോട്ടെ, ഏത് അവസ്ഥയിലും ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ, പാപം മനുഷ്യൻ ഇരുട്ടിലടയ്ക്കുന്നു. അതിൻ്റെ തിക്തഫലങ്ങൾ നിങ്ങൾക്ക് വേദനാത്മകമായതാണ്. താങ്കളുടെ കുടുംബത്തിനകത്ത് ക്ഷുദ്രപ്രയോഗങ്ങളോ ആഭിചാരങ്ങളോ പൈശാചി ശക്തികളോ ഇരുട്ടിൻ്റെ ശക്തികൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ മൂടിയിരിക്കുന്നുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ചെയ്യണമെന്ന് വളരെ പ്രതീക്ഷയോടെ മുമ്പിലോട്ട് പോകുമ്പോൾ എല്ലാം ഉടഞ്ഞു തകർന്ന് താഴെ വീഴുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങും ഇരുട്ടാണ്, അന്ധകാരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏത് ഇരുട്ടിൻ്റെ ശക്തികളെ മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ തേജസ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ മീഖാ പ്രവാചകൻ പറയുന്നത് പോലെ ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്ത്, പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരുന്ന്, പ്രവാചകന്മാരിലേക്ക് നോക്കിയിരുന്ന്, ജ്യോതിഷന്മാരിലേക്ക് നോക്കിയിരുന്ന് കണ്ണ് തളർന്നതും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതുമായ അനുഭവങ്ങളുടെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് ജീവനുള്ള ദൈവത്തിലേക്ക് നോക്ക്. ആ ദിവസത്തിൽ കാത്തിരിക്കുക. ആ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിക്കുക. ആ ദൈവം നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. വിശ്വസിക്കുക. അല്ലെങ്കിൽ പിന്നെ എന്നെപ്പോലുള്ളവർ പ്രസംഗിക്കുന്നത് വെറുതെയാണ്. അന്ധകാരത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ദൈവം രക്ഷിച്ചുയർത്തിക്കൊണ്ടുവന്നാണ് ഞങ്ങളൊക്കെ. ഒരുപാട് മാന്ത്രികവും അതുപോലുള്ള അനുഭവങ്ങളൊക്കെ നിറഞ്ഞ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചു വളർന്നത്. 4ാം തലമുറക്കാരനെ എന്നെ ദൈവം വെളിച്ചത്തിലേക്ക് നയിച്ചു. എൻ്റെ പൂർവ്വന്മാരുടെ കഥ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരുപാട് മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും പിന്നെ അതുപോലെ തുടങ്ങിയ കാര്യങ്ങൾക്കകത്തു നിന്നിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അകത്തു നിന്ന് 4ാം തലമുറക്കാരനെ എന്നോട് ദൈവം കരുണ കാണിച്ചു. തൻ്റെ വെളിച്ചത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. നീതിസൂര്യനിലേക്ക് ദൈവം കൊണ്ടുവന്നു. അതേ ദൈവം നിങ്ങളുടെ അന്ധകാരങ്ങളെ മാറ്റും. പാപത്തിൻ്റെ പരിണിത ഫലമായി അന്ധകാരത്തിൽ നിന്ന്, പൈശാചിക ശക്തികളിൽ നിന്ന്, ഇരുട്ടിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് താങ്കളെ സ്വതന്ത്രമാക്കുവാൻ ഈ സർവശക്തനായ ദൈവത്തിന് കഴിയും. അനുഭവത്തിൽ ഞാൻ താങ്കളോട് പറയട്ടെ, യേശു നിങ്ങളെ വെടിയിപ്പാൻ ശക്തനാണ്. വിശുദ്ധ വേദപുസ്തകം 107-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾക്കകത്ത് പിന്നെയും പറയുന്നുണ്ട്. 107-ാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 13-14 വാക്യങ്ങൾക്കകത്ത് വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുകയാണ്. ശ്രദ്ധിക്കുക. 107-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവിടുന്ന് അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവർ രക്ഷിച്ചു. 14-ാം വാക്യം: ദൈവം അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ച് അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അതാ കാര്യം. ദൈവം അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും വിടുവിച്ച് അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. എപ്പോൾ? അതാണ് 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർ തങ്ങളുടെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു, ദൈവം അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. എപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചുവോ അപ്പോൾ രക്ഷിക്കാൻ ദൈവം ഇറങ്ങി വന്നു. കഷ്ടതയുടെ നടുവിൽ, അന്ധകാരത്തിന് നടുവിൽ, പ്രതികൂലത്തിന് നടുവിൽ നിലവിളിച്ചവനെ രക്ഷിക്കാനായി കർത്താവ് ഇറങ്ങി വന്നു. 14-ാം വാക്യം ഒരിക്കൽ ഞാൻ വായിക്കുന്നു: ദൈവം അവരെ ഇരുട്ടിൽ നിന്ന് അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ച് അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. ഹല്ലേലൂയ. താങ്കൾ ആരായിക്കൊള്ളട്ടെ സഹോദര സഹോദരി, ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ വിട്ടുകളെ. അത് പരിഹാരമല്ല. എത്ര നാളായി നീ ഇങ്ങനെ മരിക്കണം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു? എന്നാലും ഒരു ദിവസം മരിക്കും. അത് ദൈവം ജീവൻ നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ അധികാരതയിലുള്ളതാണ്. ആ ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിന്റെ പ്രാണനെ നീയായിട്ട് നഷ്ടപ്പെടുത്താൻ നിനക്ക് അധികാരമില്ല. ജീവൻ നൽകിയ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക, നിലവിളിക്ക്, പ്രാർത്ഥിക്ക്. അവൻ നിന്റെ കഷ്ടതകൾ നിന്നെ വിടുവിക്കുകയും ഉദ്ധരിക്കുകയും നിന്റെ സകല ബന്ധനങ്ങളെയും അറുത്തു കളയുകയും ചെയ്യും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. വിശ്വസിക്കുക. നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്ന യേശു ജീവിക്കുന്നു. വിശ്വസിക്കുക. നോക്കുക. പിന്നെ നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾക്കകത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ അത്രേ. യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് ഇവിടെ അവനെന്ന് പറഞ്ഞിരിക്കുന്നത്. വെളിച്ചമായിരുന്നില്ല യോഹന്നാൻ സ്നാപകൻ, പക്ഷേ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നതാണ്. ഈ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഈ ഭൂമിയിൽ. പക്ഷെ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു, അതാണ് വെളിച്ചം എന്ന് പറഞ്ഞ് അതിനെ നമസ്കരിക്കാൻ തുടങ്ങി. പക്ഷെ സത്യവെളിച്ചം എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനല്ല, ഒരു പ്രവാചകന്മാരുമല്ല, ആരുമല്ല. യോഹന്നാൻ സ്നാപകൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നവനാണ്. 9-ാം വാക്യത്തിൽ പറയുന്നു: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതാണ് ആ വെളിച്ചം? ആ വെളിച്ചം സ്വയം അവകാശപ്പെട്ടു. യോഹന്നാൻ 8:12 പറഞ്ഞു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആരാണ് ഈ ഞാൻ? ക്രിസ്തു തന്നെയാണ്.
യേശു ക്രിസ്തു പറഞ്ഞു, യേശു പിന്നെയും അവരോട് സംസാരിച്ചു. യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. യേശുവിനെ അനുഗമിക്കുന്നവൻ ജീവൻ്റെ വെളിച്ചമുള്ളവനായിത്തീരും. യേശുവിനെ അനുഗമിക്കുന്നവൻ ജീവൻ്റെ വെളിച്ചമുള്ളവനായിത്തീരും. ഈ യേശുവിനെ അനുഗമിക്കാനായി കടന്നു വരിക. യേശു എത്രയോ പേരോട് പറഞ്ഞു, ഫോളോ മീ. ടാക്സ് കളക്ടേഴ്സ്, ഫിഷേഴ്സ് ഓഫ് മാൻ, മീൻ പിടുത്തക്കാരും അല്ലെങ്കിൽ നികുതി പിരിക്കാരും ചുങ്കക്കാരുമായിട്ടുള്ള പലരോടും കർത്താവ് ഫോളോ മീ. എല്ലാം വിട്ടിട്ടിറങ്ങി യേശുവിനെ അനുഗമിച്ചു. അവർ കഷ്ടതകളുണ്ടായിരുന്നു. ചിലർ പറയുന്ന പോലെ യേശുവിൻ്റെ അടുക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കഷ്ടതയും അങ്ങ് തീരും. നോ, കഷ്ടതകൾ തീരും. പുതിയ കഷ്ടതകൾ ആരംഭിച്ചു എന്ന് വരാം. പക്ഷേ എത്ര കഷ്ടത വന്നാലും അതിനെ പിടിച്ചു നിൽക്കുവാൻ, അതിനെ എതിർത്ത് നിൽക്കുവാൻ, അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കരുത്ത്, അതാണ് യേശു നമുക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ കഷ്ടതയെക്കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, യേശുവിനെക്കുറിച്ച് ചിന്തിക്കുക, വെളിച്ചത്തെക്കുറിച്ച് ചിന്തിക്കുക. വെളിച്ചം വരുമ്പോൾ ഇരുൾ മാറിപ്പോകും, അന്ധകാരം മാറിപ്പോകും, ജീവൻ വരുമ്പോൾ മരണം ഓടിപ്പോകും. ആകയാൽ കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായി തീരും. യേശുവിനെ അനുഗമിക്കുമ്പോഴാണ്, യേശുവിനെ അനുസരിക്കുമ്പോഴാണ്, യേശുവിനെ കർത്താവായി രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ്, ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഇരുളുകൾ മാറുന്നത്, പാപത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നത്, നീതിബോധം നമ്മളിലേക്ക് കടന്നു വരുന്നത്, പാപത്തിൽ ജയിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നത് യേശുവിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ്. ആ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട്, ഗുരുവായും കർത്താവായും സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചാൽ വെളിച്ചത്തിലൂടെ നടന്ന് അവൻ ജീവൻ്റെ വെളിച്ചത്തിൽ നടന്നൊടുവിൽ നിത്യജീവനിൽ, സ്വർഗരാജ്യത്തിൽ, മോക്ഷത്തിൽ പ്രവേശിക്കുവാൻ കാരണമായി തീരും. മരണത്തിൻ്റെ ഇരുളിലൂടെ നടക്കാനല്ല, മരണ ഇരുളിൻ്റെ താഴ്വരകളിൽ നിന്ന് കരകയറ്റുന്ന ജീവൻ്റെ നായകനായി യേശുവിലേക്ക് വരുവാനാണ് ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിലൂടെ ആ വചനം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് തലവണക്കാം എന്ന് പറയുകയാണ്. സഹോദര, സഹോദരി, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ചിന്തിക്കുക. നിൻ്റെ ഇരുളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ യേശുവിന് കഴിയും. ഏത് പാപത്തിൻ്റെ ഇരുട്ടുകളെയും, ഏത് പൈശാചി ഇരുട്ടുകളെയും, ഏത് ആഭിചാരത്തിൻ്റെ ഇരുട്ടിൻ്റെ ശക്തികളെയും തകർത്ത് താങ്കളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ യേശുവിന് കഴിയും. കാരണം യേശു മാത്രമാണ് നമ്മുടെ എല്ലാ പാപങ്ങളെയും ഏറ്റുകൊണ്ട് ക്രൂശിൽ മരിച്ച് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ കർത്താവ് പറയുകയാണ്, തമസിൽ നിന്ന് ജ്യോതിയിലേക്ക് വഴി നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയുടെ ഉത്തരമായി യേശു പറയുന്നു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. ഞാൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ വെളിച്ചത്തിലേക്ക് വരുവാൻ ഞാൻ താങ്കളെ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. താങ്കളായിരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വെളിച്ചമായി ഇറങ്ങി വന്ന ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഈ പ്രോഗ്രാം കണ്ട് അടിയനോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ദൈവകരങ്ങൾ തരുന്നു. ജാതി, മത, വർഗ, വർണ്ണ വിവേചനങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചമായി ഇറങ്ങി വന്ന കർത്താവെ, ഓരോ വ്യക്തികളുടെ ഉള്ളിൽ ദൈവസാന്നിധ്യം ഇറങ്ങി അവരെ വിടുവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ പരിണിത ഫലമായിരിക്കുന്ന മരണത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ ശക്തിയിൽ നിന്ന് അവരെ സ്വതന്ത്രമാക്കണമേ. കർത്താവ്, അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ചു, ക്രൂശിൽ തീർത്തു, അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിച്ചു. അവിടുത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നില്ല, അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു. ആ പരിശുദ്ധ രക്തത്താൽ സകല പാപങ്ങളെ, ഇപ്പോൾ ആരൊക്കെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അവരെ മുഴുവനുമായി ശുദ്ധീകരിച്ചിട്ട് അങ്ങ് അവരെ വിടുവിച്ച് അവരെ സകല കഷ്ടങ്ങളിൽ നിന്നും, അവരെ സകല ബന്ധനങ്ങളെയും അറുത്തു കളഞ്ഞ് അവരെ സ്വതന്ത്രമാക്കി ദൈവ തേജസ്സ് മക്കളിലേക്ക് പകരണമേ കർത്താവേ. ഇനി ഒരു അന്ധകാരങ്ങളും ഒരു അവകാശം പറയാൻ അനുവദിക്കരുതേ. യേശുവിൻ്റെ നാമത്തിൽ ദൈവ തേജസ്, ദൈവപ്രകാശം, ദൈവ വെളിച്ചം ഈ മക്കളിലേക്ക് ശക്തമായി പ്രവഹിക്കട്ടെ കർത്താവേ. എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളും അവരുടെ ദേശത്ത് നിന്ന്, അവരുടെ കുടുംബത്തിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, കുടുംബജീവിതത്തിനകത്ത് നിന്ന് മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെതാകുന്ന പരിശുദ്ധാത്മ ശക്തിയിലുള്ള സ്വാതന്ത്ര്യം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, അവർ എവിടെ ഇരുന്ന് കാണുന്നു അവിടേക്ക് ഇപ്പോൾ ഇറങ്ങിച്ചെല്ലട്ടെ യേശുവേ. കർത്താവേ, അവിടെ നീ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. നന്ദിയോട് സ്തുതിക്കുന്നു. അങ്ങയുടെ തേജസ്സും വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ. യേശുവിനെ അനുഗമിച്ചുകൊണ്ട് അങ്ങയുടെ ജീവൻ്റെ വെളിച്ചത്തിൽ നടന്ന് അങ്ങയുടെ നിത്യജീവനിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. എല്ലാ ബഹുമാനവും അങ്ങേക്ക് തരുന്നു. രോഗികളായിരിക്കുന്ന മക്കളെ സുഖമാക്കണമേ. ദൈവിക തേജസ്സും സമാധാനവും കൊണ്ട് ഇപ്പോൾ നിറയ്ക്കണമേ കർത്താൻ. ബിസിനസ്സിലെ തകർച്ചകളെ ദൈവം മാറ്റണമേ. ഹല്ലേലൂയ. കർത്താവേ, ഒരു കട നടത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ അതിനകത്ത് കർത്താവ് ഒരു ഉയർച്ചയില്ലാതെ എല്ലാം നാൾക്ക് നാൾ തളർന്ന് താഴോട്ട് മുരടിച്ച് പോകുന്ന അനുഭവത്തിൽ ഒരു കയറി വരാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തിയെയും കുടുംബത്തെയും ദൈവം രക്ഷിച്ച് അവരെ ആ ചെറിയ ബിസിനസ്സിൻ്റെ മേൽ കർത്താവിൻ്റെ കരം വെച്ച് അനുഗ്രഹിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവകൃപ ഇറങ്ങിച്ചെല്ലണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഒരു ഉയർച്ച ഇപ്പോൾ ഉണ്ടാകട്ടെ. അവരുടെ തകർച്ചയ്ക്കായി കാത്തിരിക്കുന്ന എല്ലാ നെഗറ്റീവ് പൈശാചിക ശക്തികളുടെ ക്രിയകളെയും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാനായി ഞാൻ കൽപ്പിക്കുന്നു. ദൈവ തേജസ് ഇറങ്ങട്ടെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ. അതേ കർത്താവേ, അങ്ങ് ഈ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. പഠനത്തിൽ നിൻ്റെ മക്കൾക്കൊരു ഉയർച്ച കൊടുക്കണം കർത്താവേ. കുടുംബജീവിതത്തിനകത്തൊരു സമാധാനത്തെ, സന്തോഷത്തെ, ഐക്യതയെ, ദൈവ തേജസ്സിനെ പകരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ഈ പ്രോഗ്രാമിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിശ്ചയമായും നിങ്ങൾ വിശ്വസിക്കുക. ദൈവം നിങ്ങളെ വീണ്ടും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾ അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ പ്രാർത്ഥന ടീമിലെ അംഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത എപ്പിസോഡ് നമുക്ക് പിന്നെയും കാണാം. അതുവരെയും ദൈവം തൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിച്ച് പരിപാലിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ, ആമേൻ.